സ്വാമി പാദം ശരണം പൊന്നയ്യപ്പ, അയ്യപ്പൻ പാദം ശരണം പൊന്നയ്യപ്പ, ദേവൻ പാദം ശരണം പൊന്നയ്യപ്പ, ദേവി പാദം ശരണം പൊന്നയ്യപ്പ, ഭഗവാൻ പാദം ശരണം പൊന്നയ്യപ്പ, ഭഗവതി പാദം ശരണം പൊന്നയ്യപ്പ, ഈശ്വരൻ പാദം ശരണം പൊന്നയ്യപ്പ, ഈശ്വരി പാദം ശരണം പൊന്നയ്യപ്പ, കലിയുഗ പെരുമാളേ ശബരിഗിരീശ്വരനേ 18 പടി മേലേ അമരും ഭഗവാനേ, ശരണാഗത രക്ഷകനല്ലേ ശനിദോഷം തീർത്തിടുകില്ലേ, ശരണാഗത രക്ഷകനല്ലേ ശനിദോഷം തീർത്തിടുകില്ലേ, ശരണമന്ത്ര ജപവുമായി അടിയൻ തിരുപദമണയുന്നേ, ശരണമന്ത്ര ജപവുമായി അടിയൻ തിരുപദമണയുന്നേ, സ്വാമി പാദം അയ്യപ്പൻ പാദം ദേവി പാദം ദേവൻ പാദം ഭഗവാൻ പാദം ഭഗവതി പാദം ഈശ്വരൻ പാദം ഈശ്വരി പാദം മാമലമേലേ എന്റെ അയ്യപ്പൻ കോവിൽ, കോവിലിനുള്ളിൽ എന്റെ ശ്രീമണികണ്ഠൻ, ശ്രീമണികണ്ഠ നിന്നെ കണ്ടു തൊഴാനായി കാടുമലയും താണ്ടി ഞങ്ങൾ വരുന്നേ, മഞ്ഞണിഞ്ഞ മാമലമേലേ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞ നിന്നെ കാണാൻ മലയണിഞ്ഞെത്തുന്നു ഞങ്ങൾ, മഞ്ഞണിഞ്ഞ മാമലമേലേ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞ നിന്നെ കാണാൻ മലയണിഞ്ഞെത്തുന്നു, സ്വാമി ശരണം 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 അയ്യപ്പ ശരണം ശരണം ശരണം, സ്വാമി ശരണം 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 അയ്യപ്പ ശരണം ശരണം ശരണം, ഭക്തജന പാലകനെ ശരണമയ്യപ്പ, ഇഷ്ടവരം നൽകിടണേ ശരണമയ്യപ്പ, ദുഷ്ടജന നിഗ്രഹനെ ശരണമയ്യപ്പ, ശിഷ്ടകാലം കാത്തിടണേ ശരണമയ്യപ്പ, ഭക്തജന പാലകനെ ശരണമയ്യപ്പ, ഇഷ്ടവരം നൽകിടണേ ശരണമയ്യപ്പ, ദുഷ്ടജന നിഗ്രഹനെ ശരണമയ്യപ്പ, ശിഷ്ടകാലം കാത്തിടണേ ശരണമയ്യപ്പ, പാട്ട് കേട്ട് പാടി നിർനാമം പാടി വേടി സായുജ്യം നേടി, പാട്ട് ആ കേട്ട് വയ്യങ്ങൾ ആ പാടി നേടി സായുജ്യം നേടി, ഭക്തജന പാലകനെ ശരണമയ്യപ്പ, ഇഷ്ടവരം നൽകിടണേ ശരണമയ്യപ്പ, ദുഷ്ടജന നിഗ്രഹനെ ശരണമയ്യപ്പ, ഇഷ്ടകാലം കാത്തിടണേ ശരണമയ്യപ്പ, സ്വാമിയേ ഹരിഹര സുതനേ വില്ലാളി വീരനേ വീരമണികണ്ഠനേ ഓം ഹരിഹര സുനാനന്ദ കിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ, കലിയുഗ പെരുമാളേ ശബരിഗിരീശ്വരനേ, വ്രതശുദ്ധിയുടെ മന്ത്രധ്വനികൾ മുഴങ്ങുന്ന ഒരു മണ്ഡലകാലം കൂടി വരവായി. അമൃത ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ മണ്ഡലകാല ആശംസകൾ. അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫീലായിരുന്നു. അപ്പൊ മണ്ഡലകാലം തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസിന്റെ തുടക്കം. ഈ സമയത്ത് ആ വെളുപ്പാങ്കാലത്തൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴേച്ച് ആ മഞ്ഞും കൊണ്ട് വരുന്ന അയ്യപ്പന്മാരെയും കണ്ട് ഈ 41 വിളക്കിനുള്ളൊരു പരിപാടിയുണ്ട്. അവിടെ മുതൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തുടക്കമാണ്. ഭക്തിഗാന സുധ ഉണ്ടായിരുന്നു പണ്ട്, ഭജന. അതായത് ഈ അയ്യപ്പം ഈ ശബരിമല പോണ സമയത്ത് ആ വീട്ടിൽ ഭക്തിഗാന സുധ വയ്ക്കും. ഈ സമയത്ത് എൻ്റെ അപ്പൻ ഹാർമോണിസ്റ്റ് ആണ്. അപ്പോൾ ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൂടെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ പപ്പ
റബ്ബർ ടാപ്പിംഗ് ആയതുകൊണ്ട് ചില ദിവസം പപ്പയ്ക്ക് രാവിലെ വെട്ടാൻ പോകണോട്ട് പോകാൻ പറ്റൂല. ആ സമയത്ത് ഹാർമോണിയം വായിക്കുന്നത് ഞാനായിരുന്നു. അപ്പൊ അതായത് ചെറുതായിട്ടൊക്കെ, വലിയ പ്രൊഫഷണൽ അല്ല, എന്നാലും അത്യാവശ്യം തട്ടിയും മുട്ടിയും ഗഞ്ചറ, തബല ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ. അപ്പം അതിൻ്റെ കൂടെ പോയിരുന്നു ഹാർമോണിയം വായിച്ചു. ഭയങ്കര ഫീലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ചൂട് പായസം പൂജിച്ച് ഇലയിൽ കൊണ്ടുതരും. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. സത്യം, ഞാന് പിന്നെ ശബരിമല പോയിട്ടില്ല, പമ്പ വരെ പോയിട്ടുണ്ട്. അപ്പോ പോയിട്ടുണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മല കയറിയിട്ടുണ്ട്. ഞാന് ചെറുതില് ശബരിമലയില് അപ്പന്റെ കൂടെ പോയതാണ്. എനിക്കിപ്പോഴും എന്റെ ഭയങ്കര കോർ മെമ്മറി ആയിട്ട് നിൽക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് അയ്യപ്പനെ തന്നെയാണ്. കാരണം ചെറുതില് അയ്യപ്പന്റെ ദിവസത്തിന്റെ വർക്ക് അപ്പം ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേട്ട് വളർന്നിരിക്കുന്ന അയ്യപ്പൻ അന്നം തരുന്നതാണ്, അയ്യപ്പൻ അന്നം തരുന്നതാന്ന് കേട്ട് വളർന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇനി പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മല ചവിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എനിക്കത്. അങ്ങനെ കയറി അയ്യപ്പനെ ഇപ്പോഴും എനിക്ക് എൻ്റെ കൺമുന്നിലുള്ള പോലത്തെ ഫീലാണ്. അന്ന് കണ്ട ആ വിഷയം എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് നിറഞ്ഞ് നിപ്പുണ്ട്. എന്തായാലും സന്തോഷം. ടീം അർജൻസ് ചേച്ചി നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ അനൂജിന്റെ നെയ്ബേഴ്സ് ആണ്. എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ആദ്യത്തെ ഇതിലുള്ള പാട്ടും ഈ അയ്യപ്പന്റെ പാട്ടൊക്കെ ഗംഭീരം. എല്ലാവരും ഒന്നിനൊന്നിന് ഭയങ്കര എനർജിയിൽ പാടി ഒരു മണ്ഡലകാലം കൂടി നമുക്ക് ഗംഭീരമാക്കി. തുടക്കം നമുക്കാണ് കിട്ടിയത്, മണ്ഡലകാലത്തിന് തുടക്കം നമുക്കാണ് കിട്ടിയത്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ആ തുടക്കം തരാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം. അപ്പൊ ചേച്ചി നമുക്ക് തുടങ്ങിയാലോ? വിളിക്കണ്ടേ? നിങ്ങൾ ചിരിക്കാൻ റെഡിയാണല്ലോ? റെഡിയാണ്. അപ്പൊ ധൈര്യമായിട്ട് പോയിരുന്നോ? അടിപൊളി കോമഡി സ്കിറ്റ് ആയിട്ട് ഞങ്ങൾ വരും. നിരാമയ നിൻ തിരുമുൻപിൽ ഞാൻ സത്യമായി എത്തിയേക്കാം, പള്ളി കെട്ടുമായി എത്തിയേക്കാം. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യമാസം വൃശ്ചിക മാസം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടങ്ങിയപ്പോഴേ വെള്ളിയാ? അല്ല, പിന്നെ വെള്ളിയായ ഞാൻ എന്റെ വായിന്ന് വെള്ളിയല്ലാതെ പിന്നെ പിത്തള വരൂല. കോമഡി മാസ്റ്റേഴ്സ് സ്കിറ്റ് പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാം. മറ്റേ സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ, പാട്ട് പരിപാടിയാണെങ്കിൽ എന്നെ ഈ ഫ്ലോറിന്റെ 7 അയലകത്ത് അടുപ്പിക്കുന്നത്. പിള്ളേരൊക്കെ അങ്ങനെ വെള്ളി വീണ് കഴിഞ്ഞാൽ പിള്ളേർ എന്നെ ഓട്ടിച്ചിട്ട് ഇടിക്കും. സ്വർണത്തിന് ദിവസവും അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, വില എങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുക. ഈ സ്വർണത്തിന് വില കൂടിയാലും ജ്വല്ലറിയിലാളാ, വില കുറഞ്ഞാലും ജ്വല്ലറിയിലാളാ. എന്റെ ഒരു സംശയം ചേച്ചി, ഈ സ്വർണത്തിന് വില കൂടുമ്പോഴാണോ വില കുറയുമ്പോഴാണോ ഈ ആൾക്കാർ ഇങ്ങനെ ഒന്നും തള്ളുന്നത്? അത് ഇനി കൂടുമെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ മേടിക്കാൻ തള്ളുന്നത്? ഇനി കൂടും എന്നാണ്. അതാണല്ലേ പ്രശ്നം. ഇത് തുടങ്ങേണ്ട അന്നോട്ട്, ഈ ജ്വല്ലറി തുടങ്ങേണ്ട അന്നോട്ട് ഈ കണ്ണാടി കുട്ടി വന്നിരിക്കുക പ്ലച്ചനെ. ഒരു മനുഷ്യൻ ഈ സ്വർണം മേടിക്കാൻ വരുന്ന ആരെങ്കിലും ഒന്ന് തിരിച്ചോ മറിച്ചോ എങ്കിലും ഒന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായനെ. നിന്ന് പുഴുക്കുവാ ചേച്ചി, ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളിയായി പോയില്ലേ? അല്ല, വെള്ളി കൂടും. നീ മാത്രമല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുക. ഡയമണ്ടാ ഡയമണ്ടാ, നീ അറിഞ്ഞ സ്വർണത്തിന് വീണ്ടും വില കൂടി? വില കൂടിയായിരുന്നു ഞാൻ അറിഞ്ഞ്. ഇപ്പൊ എന്തോന്ന് വിളിച്ചത്? ഡയമണ്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മണ്ടാന്ന് വിളിക്കില്ല കേട്ടല്ല. ഒന്നുമില്ല, നിന്റെ കാലം എനിക്ക് വാല്യൂ ഇല്ലേടാ. എടാ വാല്യൂ ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡിമാൻഡ് ഇല്ലല്ലോ, ഡിമാൻഡ് മൊത്തം സ്വർണത്തിനാ. ശരിയാണ്, സ്വർണത്തിനാണ് ഡിമാൻഡ്. എന്താ സ്വർണത്തിനത്തെ ഡിമാൻഡ് വരാൻ? അതൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, പ്രാചീന കാലം മുതലേ സ്വർണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ സ്വർണം വെച്ച് പേര് വരെ ഇട്ടിരിക്കുന്നത്. എന്തോന്നാ പേര്? കേട്ടിട്ടില്ല നീ? പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, കനകമ്മ കനകാങ്കി കനകലത, സ്വർണ്ണലത സ്വർണ്ണമ്മ, സ്വർണ്ണരാജൻ, പിന്നെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. 15 മിനിറ്റേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എഴുതി പഠിച്ചു എന്ന് പറഞ്ഞു. വേറെ കാര്യമുണ്ട്, ഈ കല്യാണം കഴിയുമ്പോഴേ ഭർത്താക്കന്മാര് ഭാര്യമാരെ വിളിക്കണം കേട്ടിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. എന്റെ പൊന്നേ അല്ലേ? 1 മാസം കഴിയണം ഈ പൊന്നേന്ന് വിളിച്ച വാവുള്ള മനുഷ്യൻ ഈ പൊന്നിനെ ഭിത്തി പിടിച്ചു ചോരക്കണം. ഇത് പൊന്നിന്റെ മാറ്റി നോക്കുന്നതാണോ ഇനി പെണ്ണിനെ മാറ്റാൻ നോക്കുന്നതാണോ എന്ന് കണ്ടറിയണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ സ്വർണം കാണുന്ന എവിടെയാണ്? ജ്വല്ലറിയില് അല്ല, പിന്നെ എയർപോർട്ടിൽ. ശരിയാണ്. എല്ലാ ദിവസവും പത്രം എടുത്തു നോക്കിയാൽ എയർപോർട്ടിൽ 3 കിലോ സ്വർണം പിടിച്ചു, ഇവിടെ 4 കിലോ സ്വർണം പിടിച്ചു, 5 കിലോ സ്വർണം പിടിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടുന്നത് എയർപോർട്ടിലായ സ്ഥിതിക്ക് ഈ ലോജിക്കിൽ നമുക്ക് എയർപോർട്ടിന്റെ പേര് ജ്വല്ലറി എന്നും ജ്വല്ലറിയുടെ പേര് എയർപോർട്ട് അത് കൊള്ളാം. നെടുമ്പാശ്ശേരി ജ്വല്ലറി, കരിപ്പൂര് ജ്വല്ലറി, കൊളംബോ ജ്വല്ലറി, സിംഗപ്പൂര് ജ്വല്ലറി. ഇത് നല്ല പരിപാടി. നീ വന്നപ്പം തൊട്ട് ജ്വല്ലറി അങ്ങ് തള്ളി കയറുവാണല്ലേ. വേറെ കാര്യമുണ്ട്, എവിടെ നിന്നാണ് കടത്തണത്? എവിടെ നിന്നാണ് കടത്തണത്? എടാ മുൻവാതിൽ വഴി അല്ലടാ, പിൻവാതിൽ വഴിയാണ് ഇത് കടത്തണത്. അത് ശരിയാണ്. ഇതിങ്ങനെ കടത്താതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. എന്തോന്നാണ്?
അതായത് നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കാന്താരി മുളകും കുരുമുളകും ചേർത്തങ്ങ് ഉണ്ടാക്കണം. പിന്നെ ഇവർ എങ്ങനെ കടത്തോ നമുക്ക് നോക്കണം. എടാ നീ പറയണട്ടോ ഈ കാന്താരി മുളകും കുരുവും കൊണ്ട് അരച്ച് കരിമീൻ മപ്പാസ് അല്ല ഉണ്ടാക്കി വിടണം. സ്വർണ്ണമാണ് സ്വർണ്ണം. പിന്നെ ഈ സ്ത്രീകൾക്ക് പൊതുവെ സ്വർണത്തിനോട് ഭയങ്കര ആർത്തിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല. സ്ത്രീകൾക്ക് സാ എന്ന അക്ഷരത്തിനോട് ഒരു ഭ്രമം ഉണ്ട്. എന്തോന്ന് ഭ്രമം? തെളിവ് തരാം. പറ. സാരി, സീരിയൽ, സ്വർണം. ഈ പറഞ്ഞ സ്ത്രീയില്ലേ അതിലുണ്ട് സാ. ഓ ഈ സായാണ് ആ സായും കൂടെ കിടന്ന് സായാവണം അല്ലേ? ഒരു രക്ഷയില്ലത്ത സാ. വേറൊരു കാര്യമുണ്ട്, ഈ വന്നപ്പോ തൊട്ട് ഗോൾഡിന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ അല്ലേടാ സ്വർണത്തിനൊപ്പം. ഞാൻ എന്തോ പറഞ്ഞു? ഞാനിവിടെ പുഴുത്തിരിക്കും അറിയാവോ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ പുകഴ്ത്തിയാലും നീ പുകഴ്ത്തിയാലും കൊള്ളാം, ഇവരെല്ലാരും കാത്തിരിക്കുന്നത് അവളെ കാണാനാണ്. ഗോൾഡി ഗോൾഡി അല്ലേ? വരടാ പറഞ്ഞിട്ട് അവളെ ഇന്ന് അവളുടെ കാലം അല്ലേ? ഏത് പൊന്നിന്റെ തട്ടാരേ ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന്. ഹായ് സിലു. ഹായ് ഡൈമ. കണ്ടാ സിൽവർ ഏട്ടാ ഡയമണ്ട് ഏട്ടാ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത് കുറച്ച് വില കൂടിയപ്പോ സിലുന്ന്. ഈ പോക്ക് പോണെങ്കിലും നമ്മളെ SD എന്ന് വിളിക്കും ചുരുക്കി. അത് പോട്ടെ, ഇന്ന് റെക്കോർഡ് അടിച്ചു. ആര് തെക്കോട്ട് അടിച്ചെന്ന്? റെക്കോർഡ് അടിച്ചെന്നല്ല, ഇന്ന് എന്റെ വില റെക്കോർഡ് അടിച്ചു. യുനോ പിന്നെ ഇന്നലെ ആണെങ്കിൽ മോർണിംഗ് ഒരു 1000 rupees കൂടിയായിരുന്നു, ഈവനിങ് ആയപ്പോ ഒരു 500 rupees കൂടിയായിരുന്നു. ടോട്ടൽ ഒരു 1500 rupees കൂടി. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ വില എനിക്ക് പറയാൻ പറ്റുന്നേ ഇല്ല. അല്ല പറഞ്ഞു തീരുമ്പോ വില കൂടുമല്ലേ? മിക്കവാറും നാളെ ഒരു 2000 ഒക്കെ കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല നിങ്ങൾക്ക് കൂടിയായിരുന്നോ? എനിക്ക് കൂടിയായിരുന്നു. ഓ 500 rupees? അല്ല 5 രൂപ. 5 രൂപ പവനാണോ അതോ എങ്ങനെ ഗ്രാമിനാണോ? കിലോയ്ക്കാ. അയ്യോ കഷ്ടം തന്നെ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഡിമാൻഡ്. നിനക്ക് നാണല്ലോ അപ്പോൾ നിങ്ങൾ തള്ളി മറിക്കുമ്പോ വായ 30 മുണ്ടായി എന്തെങ്കിലും ചോദിക്കണം അങ്ങോട്ട്. അയ്യോ ഡയമണ്ട് വാതിർ നിന്നെ ഒരു കുറ്റവും പറയില്ല. എന്താണെന്നറിയോ, വല്ല മൂക്കൂത്തിയിലോ മോതിരത്തിലോ ഒക്കെ അവനെ വെച്ച് വിടണമെങ്കിൽ ഞാൻ വേണം, ഞാൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഞാൻ അങ്ങനല്ല, ഡെയിലി അങ്ങ് സെല്ലാവുന്നുണ്ട്. സെല്ലാക്കാൻ നോക്കിയ പലരും ഇപ്പൊ സെല്ലിനകത്ത് കിടക്കുക. എന്റെ കുഴപ്പമല്ല. പിന്നെ ഞാൻ വന്ന കാര്യം പറയാം. എനിക്കൊരു സഹായം വേണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ചേർന്ന് നിക്കണം. ഇത്രയും നീ വന്ന് ഗമയം പറഞ്ഞ് പട്ടിത്താറ്റും പരിഹാസം അടിച്ചിട്ട് ഇനി നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പാടി. അവിടെ ഞാൻ ചേർന്നു പാടാടി. എനിക്കൊന്നും എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കാരണം കാണും. ചേർന്നില്ല, ഒരു പെണ്ണല്ലേ പറഞ്ഞത്, ചേർന്നില്ലേ? ചേർക്കല്ലേ? ചേറ്. ഒരുപാട് ചേരല്ലേ, എന്റെ മാറ്റ് കുറയും. ഒറ്റ ഒരുത്തരാണ് നീ, ഒറ്റ ഒരുത്തൻ കാരണം. നിന്റെ അടുത്ത് ചേരാനേ പറയുള്ളൂ, കൊണ്ട് ഉരയ്ക്കാൻ പറഞ്ഞു. പറഞ്ഞേടാ, ഒരച്ച കലിപ്പാവുന്ന ടീമാണത്, അറിയാമോ? അതെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരുത്തൻ കുറെ നാൾ കൊണ്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുവാണ്, എന്നോടൊപ്പം ചേരണമെന്ന് പറഞ്ഞു. അതാര്? ആ ചെമ്പ് ആ കോപ്പൻ തന്നെ. കണ്ണെടുത്താ കണ്ടൂടാ, ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് സിൽവർ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? പറ. അവൻ വരുമ്പോ നമ്മൾ തമ്മിൽ പ്രേമമാണെന്നങ്ങ് പറയണം. പ്രേമമോ? നിങ്ങൾ തമ്മിലോ? അമ്പടെ ചിന്തിച്ചാക്കടി. എനിക്ക് പ്രേമിക്കാനൊന്നും പറ്റൂല. അയ്യേ, പ്രേമിക്കാനല്ല പറഞ്ഞത്, അങ്ങനെ അഭിനയിക്കാനേ പറഞ്ഞോളൂ. എടാ ഇന്നെന്നൊക്കെ അറിയാലോ, ഇവിടെ മൊത്തത്തിലൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, ജീവിക്കാനേ അറിയാവുള്ളൂ. അതാണ് പ്രശ്നം. അതാണോ പ്രശ്നം? ജീവിക്കണമെങ്കിൽ ഇപ്പൊ മര്യാദക്ക് ഇവിടെ നിന്ന് അഭിനയിച്ചാലേ പറ്റുള്ളൂ. ജീവിക്കാല. അപ്പൊ വേറെ ഒന്നുമില്ല, അവൻ വരുമ്പോ നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് പറയണം. പറയൂല? സെറ്റല്ലേ? നീ ധൈര്യമായിട്ടിരി. GST വേറെ, പണിക്കൂലി വേറെ. അതെനിക്ക് മനസ്സിലായില്ല. എടാ ഈ മനുഷ്യന്മാര് പറയല്ലോടാ, കാര്യം വേറെ കാപ്പികൂടി വേറെ. നമ്മളെ ട്രാക്കിലോട്ട് അടിച്ചതാ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്. എനിക്ക് നിന്നെ കാണുമ്പോഴേ ചൊറിഞ്ഞു കയറുന്നു. അയ്യോ, ചൊറിയാനായിട്ടേ ഞാൻ ചേമ്പല്ല, ചെമ്പാണ്. നീ എന്ത് കോപ്പാണെങ്കിലും എനിക്ക് നിന്റെ കൂടെ ചേരണ്ട. അയ്യോ അങ്ങനെ പറയരുത്. ചേരും. ഞാൻ നിന്റെ കൂടെ ചേർന്നാലേ നീ സ്വർണ്ണമാകും. ഇല്ലെന്നുണ്ടെങ്കിൽ തങ്കക്കട്ടിയായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് വളയായിട്ടും മാലയായിട്ടും കമ്മലായിട്ടും ആൾക്കാരുടെ ദേഹത്ത് കിടന്നാലേ നിനക്ക്
ഷൈൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഓ പണ്ട് ഡയലോഗ് പറഞ്ഞപ്പോഴേ വെള്ളി വീഴുന്നു. നീ എന്തോന്നടാ നീ ഇവിടെ കയറി ഇടപെടേണ്ട കാര്യം? നീ ആര്? എടാ ഞാനും സ്വർണ്ണയും കൂടെ ഇഷ്ടത്തിലാണ്. നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. 1 വർഷം കഴിയുമ്പോൾ ഇവിടെ 2 പ്ലാറ്റിനം പിള്ളേർ കിടന്ന് ഓടൂടാ. നീ കാണൂടാ. വെള്ളമില്ല, അത് നീ കഴുകി വെച്ച അങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം. നീ എന്റെ കൂടെ ചേരണം. എനിക്കൊന്നും കേക്കണ്ട. സിലു പറഞ്ഞത് ശരിയാണ്. ഞാനും സിലുവും തമ്മിൽ പ്രേമത്തിലാണ്. പറ്റൂല പറ്റൂല പറ്റൂല. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. നിനക്ക് എന്റെ കൂടെ ചേരാൻ നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടടാ? അങ്ങനെ കേട്ടാ, നിങ്ങൾ എല്ലാരും കേക്കണം. നോബി നീ പ്രത്യേകിച്ച് കേക്കണം. എനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന്. സേതേ കേട്ടാ, എനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന്. ഞാന് കലാകുടുംബത്തിലെ ആളാണ്. കലാകുടുംബത്തിലെ. അത് ഏത് കലാകുടുംബം? അയ്യോ യാത് കലാകുടുംബോന്ന്. സീതേ കേട്ടാ, യാത് കലാകുടുംബോന്ന്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുന്ന് കേട്ടോ. അതെ, എന്റെ കലാകുടുംബത്തിൽ പെട്ടാണ് ചെമ്പൈ വൈദ്യനാഥ അത് ഭാഗവതർ. ചെമ്പയ്യല്ലേ? അയ്യോ അത് തമിഴിലാണ് ചെമ്പൈ. മലയാളത്തിൽ വരുമ്പോ ചെമ്പ. മനസ്സിലായോ? പാട്ടുണ്ട്, എന്തെല്ലാം പാട്ടുണ്ട്. ചെമ്പയ്ക്കു നാദം നിലച്ചപ്പോൾ തന്നെ, അതാണ് പാട്ട്. അതുപോലെ തന്നെ ചെമ്പക്കമ്മേ ചെമ്പക്കമ്മേ. അതുപോലെ തന്നെ എന്റെ ഇൻട്രോ പാട്ട് കേട്ടായിരുന്ന ചെമ്പകപ്പൂങ്ക. നീ അത് വിട്. അത് നീ ചേത ചേച്ചി ഇംപ്രസ് ചെയ്യിക്കാനുള്ള പരിപാടി. അത് ചെമ്പകമാണ്, ചെമ്പല്ല. എന്റെ ഈ സ്വർണത്തിനാണ് സത്യം. അതല്ല, ചെമ്പകത്തില് അതിനും ചെമ്പുണ്ടടാ. ചെമ്പുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. പറഞ്ഞു അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. പക്ഷേ ചെമ്പ് അഴുക്കെന്നുള്ള പാട്ടുമുണ്ട്. ഉണ്ട്, അങ്ങനത്തെ പാട്ടുണ്ട്. അങ്ങനെ പാട്ടില്ല. കേട്ടിട്ടില്ലേ? ഇല്ല. ചെമ്പഴുക്ക ചെമ്പഴുക്ക അഴുക്ക ചെമ്പഴുക്ക, ചെമ്പഴുക്ക ചെമ്പഴുക്ക അഴുക്ക ചെമ്പഴുക്ക. ആ ഇട ഇങ്ങനെ പറയണെങ്കിൽ ഇവൻ പറയും ചെമ്പഴന്തിയിലാണ് എന്റെ വീടെന്ന്. ആ കറക്റ്റ്, താങ്ക് യു. എന്റെ വീട് ചെമ്പഴന്തിയിലാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവന്റെ തലയിൽ ചെമ്പരത്തി പോയിക്കും. അതിനുകൊണ്ട് ചെമ്പ്. അതെ, നീ ഇനി എന്തൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞാലും ഞാൻ നീയായിട്ട് ചേരൂലെന്ന് പറഞ്ഞാൽ ചേരൂല. നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല. യോഗ്യത ഉണ്ട് ഉണ്ട് ഉണ്ട്. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. നിനക്കേ എനിക്ക് ഗോൾഡൻ വിസയുണ്ട്, നിനക്ക് ചെമ്പൻ വിസയുണ്ടാ? വരുമായിരിക്കും. നീ മേപ്പോട്ട് നോക്കി ഇരുന്ന വരുമെന്ന് പറഞ്ഞു. വേറെ എനിക്ക് ഗോൾഡ് ഫിഷ് ഉണ്ട്, നിനക്ക് എന്ത് ഫിഷ് ഉണ്ട്? എനിക്കുണ്ടടി ചെമ്പല്ലി. ഗോതം ഫിഷ് ആരെങ്കിലും തിന്നോ? ചെമ്പല്ലി ഉണ്ടല്ലോ, ആൾക്കാർ കൊടുത്ത വാ പടക്ക തിന്നോണ്ട് നടക്കും. ഇനി നീ ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കോപ്പറ ഇടിച്ച് നിന്റെ മെർക്കുറി ഞാൻ ഇളക്കും. കോപ്പയെ പോടാ അങ്ങോട്ട്. എന്തായാലും എനിക്ക് നിന്നെ വേണം വേണം വേണം. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. എനിക്ക് നിന്നോട് ചേരാൻ പറ്റൂല പറ്റൂല പറ്റൂല. പറ്റും 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 പറ്റും. ഇല്ല 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 ഇല്ല, ഞാൻ നിന്നോട് ചേരൂല 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 ചേരൂല. ചാരും ചാരും ചാരും. നിർത്ത്. കുറെ നേരമായി ചേരും ചേരൂല ചേരും ചേരൂല. എന്തിന്റെ പ്രശ്നം? എനിക്ക് അവന്റെ കൂടെ ചേരണ്ട. നീ വിചാരിച്ചാ മതിയാ? നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർക്കുന്നത് മനുഷ്യന്മാരാണ്. അങ്ങനെ പറഞ്ഞോളൂ. അവര് നമ്മളെ മാലയായിട്ടും കമ്മലായിട്ടും വളയായിട്ടും ചേർത്താൽ മാത്രമേ കാണാൻ അഴകുള്ളൂ. അതെ, അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കേയുള്ളൂ. സത്യം. കേട്ടാ, മനസ്സിലായ? എന്നാലും സ്വർണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. സ്വർണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. ഡിമാൻഡ് കൂടുതൽ. നമുക്കൊരു കാര്യം അറിയാമോ? ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ആണ് ഈ സ്വർണം. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും. പക്ഷെ അവളെ അങ്ങനെ സത്യം എവളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. പറ്റൂല, സമ്മതിക്കൂല സമ്മതിക്കൂല സമ്മതിക്കൂല. അതെന്റെ പൊന്നാണ്, എന്റെ കരളാണ്. അറിയാമോ? ആ തെളിയിച്ചു തരാം. എങ്ങനെ? എവള് സ്ത്രീധനത്തിന്റെ രൂപത്തിലാവുമ്പോഴേ എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതമാണെന്ന് അറിയാമോ ഇവിടെ തകർത്തിട്ടുള്ളത്? അത് സത്യം. അത് മാത്രമല്ല, ഇവിടെ എയർപോർട്ട് വഴി കടത്താൻ നോക്കിയിട്ട് എത്ര വേന്ദ്രമ ജയിലിൽ കിടക്കുന്നത് തന്നെ. അതൊക്കെ പോട്ട്, ഉള്ള സമ്പാദ്യം സ്വരൂപക്കുട്ടി ഒരു മാലയാക്കി ഇവളെ മേടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോഴാ അത് പൊട്ടിച്ചോണ്ടോടാൻ വേറൊരു കൂട്ടം. അതിന്റെ കേസ് വേറെ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ഈ ഗോൾഡ് ഡേഞ്ചർ ആണ് ഡേഞ്ചർ ആണ് ഡേഞ്ചർ ആണ്. ഹലോ ഹലോ ഹലോ, ഒന്ന് നിർത്തത്. എവിടെ കയറി പോണു രണ്ടുപേരും കൂടെ? മനുഷ്യന്മാര് അവരുടെ ആഡംബരം കാണിക്കാനും അവർക്ക് എന്നോടുള്ള ഭ്രമം കാരണവും എന്നെ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ രണ്ടും കൂടെ എന്റെ തലയിൽ കയറിയിട്ടുണ്ടോ കാര്യം? ഞാൻ എന്തോ തെറ്റ് ചെയ്ത്? നമ്മൾ പരസ്പരം അങ്ങോട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരെ കഴുത്തിലും കാതിലും കയറേണ്ട ആൾക്കാരാണ്. അത് ശരി തന്നെ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കണം. കൈവിട്, അല്ല ഞാൻ കൈവിട്, കൈവിട്, പരസ്പരം കൈവിട്. വാ ഇങ്ങോട്ട്. കൈവിട് അങ്ങോട്ട്. അവിടെ അതിന്റെ ഇടയ്ക്ക് ഞാൻ നിന്നോട്ടാ. കണ്ടല്ലേ, കുഴപ്പമില്ല. ഒട്ടി നിക്കണേ. പോരെ? സന്തോഷമായില്ലേ? അപ്പൊ ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം. ആഘോഷിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗോൾഡൻ മൊമെന്റ്. സുഗന്ധം പോലെ കണ്ണാടി ചെവിഴിലെ കനവ് പോലെ ഇനി എന്നും പെയ്യാറും ഒരു തീരം നമ്മെ വരവേൽക്കും. മണകിൻ സ്വർഗം തീർക്കാനായി വളയ സ്വർണ്ണം പെയ്യാറായി. ശരാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും സംഗീതം. നിലാവായി ഉള്ളി ഉള്ളി തുടിക്കും.
നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരാൻ പോവുകയാണ്. ബാറ്ററി സ്കിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചിരിച്ച് കൈയടിച്ച് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കൂട്ടണം. ഓക്കെ ചേച്ചി പ്രാവശ്യം 50,000 അല്ലെങ്കിൽ 75,000 രൂപ അടിക്കാൻ പോകുന്ന ആരാന്ന് അറിയണ്ടേ? ഓ വാവ്. ആരാ വരുന്നത്? നമ്മുടെ മാമനും ടീമും. ആ ചേച്ചി ഇവിടെ മാമനാണെങ്കിൽ നല്ല പ്രായം കാണും. മാമനാണ്, എന്റെ അല്ല, നമ്മുടെ കുട്ടികളുടെ മാമനാണ്. രഞ്ജിത്ത് ഏട്ടനും രഞ്ജീഷ് ഏട്ടനും നിമിഷയാണ് വരാൻ പോകുന്നത്. ചേച്ചി നമുക്ക് ബാറ്ററി ഓൺ ചെയ്യാം. പിന്നെ ബാറ്ററി ഓൺ. ഓക്കെ, ബാറ്ററി ഓൺ. അപ്പൊ സ്കിറ്റ് കാണാം. മെസ്സി 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 മെസ്സി. ഇതാ നമ്മൾ ഇത്രയും കാലം ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന മെസ്സി കേരളത്തിലേക്ക് വരുന്നു. മെസ്സി കേരളത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ ഇതേ ആവേശം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മെസ്സി കേരളത്തിൽ നിന്നും തിരിച്ചു പോയാലും മെസ്സി കേരളം മിസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ടർഫിന്റെ ഓണർ നമുക്ക് മെസ്സിയെ കാണാനുള്ള ഫ്രീ ടിക്കറ്റ് ആണ് തരുന്നത്. ഇതാ വരുന്ന നമ്മൾ ടർഫിന്റെ ഓണർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കൈയെടുത്ത് ആരും കൈയടിക്കണ്ട. ആ വരുന്നത് ടർഫിന്റെ ഓണർ അല്ല, എന്റെ ഓണറാണ്. രാവിലെ 4 മണിയായപ്പോ ഞാൻ സൊസൈറ്റിയിൽ പാലും കൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് നീ എന്തോട് കോപ്പറായിട്ട് കാണിക്കുന്നത്? മെസ്സി വരുന്നു. അയ്യോ, മെസ്സേജ് വന്നേ. കഴിഞ്ഞ മാസം ലോണിന്റെ പൈസ അടച്ചിട്ടില്ല, അതായിരിക്കും മെസ്സേജ് വന്നത്. എനിക്കറിയാം. ഓ മെസ്സി എന്ന് പറയുന്ന മെസ്സേജ്. നിങ്ങൾക്ക് മെസ്സിയെ കുറിച്ച് വല്ല അറിവുണ്ടോ? നിനക്ക് മെസ്സിയെ പറ്റി വല്ല അറിവുണ്ടോ? എനിക്ക് അറിവുണ്ടോന്നോ? മലപ്പുറം മഞ്ചൂരി FC ക്യാപ്റ്റന്റെ മകളായി ലക്ഷ്മിക്ക് മെസ്സിയെ കുറിച്ച് അറിയോന്ന്? കാൽപന്ത് കളിയുടെ രാജകുമാരൻ, ഫുട്ബോളിന്റെ ഇതിഹാസം, ബാഹുബലി, സത്യം പറഞ്ഞാ ഇവളെ കറണ്ടടിപ്പിച്ചാ പോരാ, ഇവളെ ലൈൻ കേവിന്റെ മുകളിൽ കൊടുത്ത് ഉരുട്ടണം. നിങ്ങൾക്കറിയാം, ഇന്നലെ 25 ലിറ്റർ പാല് ഞാൻ കറന്നു വെച്ചിട്ട് വേറെ പശുവിനെ കറക്കാൻ പോയപ്പോ ആ പാലെടുത്തോണ്ട് പോയി മെസ്സിയുടെ ഫോട്ടോ ഒഴിച്ചിട്ട് എവള് പറയണ് പാലഭിഷേകം ഒന്ന്. ഇപ്പൊ നാറിയിട്ട് അങ്ങോട്ട് അടുക്കാൻ പോയി. അറിയാം, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ വളർത്തി വഷളാക്കിയ നിങ്ങളുടെ കോച്ചിനെ പറഞ്ഞാൽ എന്റെ അച്ഛനാണ് പറഞ്ഞത്. എന്റെ അച്ഛന്റെ പേര് വിജയൻ എന്നാണ് ചേച്ചി. ഇവളിപ്പോ വിളിക്കണ IM വിജയൻ. നിങ്ങൾക്കറിയാമോ, എന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഡോറിലെ വാതിൽ എവള് പൊളിച്ചു കളഞ്ഞു. എവള് ചോദിക്കണ ഗോൾ പോസ്റ്റ് എന്തിനാ അടച്ചു വെച്ചിക്കണേ? ഇപ്പൊ വഴി കിടക്കണ പൂച്ചയും പട്ടിയെല്ലാം വീട്ടിനകത്ത്. പട്ടി അടുക്കളയെ പെറ്റിടക്കണ്, പൂച്ച അടുപ്പി പെറ്റിടക്കണ്. പശുവിന്റെ പ്രസവം എടുത്തോണ്ടിരുന്ന ഞാൻ ഇപ്പൊ പട്ടീരെ പൂച്ചേരെ പ്രസവം എടുക്കേണ്ട അവസ്ഥയാണ് വീട്ടില്. ഞാനിപ്പം മൃഗ ഡോക്ടറാണ് ചേച്ചി, മൃഗ ഡോക്ടർ. അറിയാമോ? അതെല്ലാം പോട്ട് വയ്യാറക്കണ എന്റെ അപ്പൂപ്പയും വീട്ടിലെ റൂമിനകത്ത് നിന്ന് ചുമച്ച് സൗണ്ട് കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ചോറിന കാർഡ് കൊടുത്ത് അപ്പൂപ്പനെ വെളിയിലാക്കി. ഞാൻ പാല് കൊണ്ടു കൊടുക്കാൻ വേണ്ടി സൊസൈറ്റി പോയിട്ട് വന്നപ്പോഴേ വീട്ടിനകത്ത് വേറൊരു അപ്പൂപ്പ ഇരിക്കുന്നു. ഞാൻ ചോദിച്ച ആരടി എന്ന്. ഇവള് പറയാണ് എന്റെ അപ്പൂപ്പന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി അപ്പൂപ്പനെന്ന്. അവളാണ് എവള്. അറിയാം, നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കും മിസ്റ്റർ പ്ലെയർ. എന്താ ഭർത്താവിന് വിളിക്കണ പ്ലെയർ? എടീ നോയിക്ക, നിന്നെ ഞാൻ പ്ലെയർ നിലക്ക് ഇപ്പൊ കാണിച്ചു തരാടെ. നിന്നെ ഞാൻ കണ്ടുമില്ല. ഇവിടെ എവിടെ കാണാനില്ല ഇത്. ഞാനാ? ഞാൻ ടർഫ് ഓഫ് ദ ഓണർ എന്ന് വെച്ചാ എടാ ഈ ടർഫിന്റെ മുതലാളി എന്ന്. ആഹാ, അപ്പൊ യവനാണ് എന്റെ ഭാര്യയെ വഴിതെറ്റിക്കുന്ന ആള്. ഞാൻ ആരെയും വഴിതെറ്റിക്കാറില്ല. എന്റെ ടർഫിൽ വന്ന് സ്ഥിരമായിട്ട് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ മെസ്സിയെ കാണാനുള്ള ടിക്കറ്റ് കൊടുക്കും. എന്നല്ല എടാ, നിനക്കറിയാവോ ഞാനൊരു ക്ഷീര കർഷകനാണ്. ഈ വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നോണ്ടാണ് ഈ ക്ഷീണ കർഷകനായി പോകുന്നത്. ക്ഷീര കർഷകനല്ലടാ, ക്ഷീര കർഷകൻ. പശു വളർത്തല ക്ഷീര കർഷകനാണ്. എന്ന് വെച്ചാ എനിക്ക് 85 പശുവും ഒരു കാളയും ഉണ്ട്. മനസ്സിലായില്ല? 85 പശു ഒരു കാള. പുണ്യം ചെയ്ത കാള.
കാളയായ ഇങ്ങനെ വേണം. ബാക്കി പറയടാ. എടാ അതല്ല, ഇവളെന്റെ പശുവിന്റെ ഒരു കാര്യവും നോക്കൂല. ഇങ്ങനെ എന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വരൂല. പശുവിനെ കറന്നു കഴിഞ്ഞാൽ പാല് കിട്ടും. ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഗോള് കിട്ടും. പശുവിന്റെ പാല് വിറ്റാലേ പൈസ കിട്ടും. ഗോളിന് വല്ല വിലയും ഉണ്ടാ? ആര് പറഞ്ഞു ഗോളിന് വിലയില്ലെന്ന്? മെസ്സി അടിക്കുന്ന ഓരോ ഗോളിനും കോടികളുടെ വിലയാണ്. ഓഹോ, പിന്നെ അങ്ങനെയാണോ? അപ്പൊ അത് തൂക്കിയെടുക്കുവോ അതാ ലിറ്ററിന് കൊടുക്കുവോ? ഇല്ലടാ, ഇങ്ങനെ നിരക്കി കൊണ്ടുപോടാ. നിരക്കി കൊണ്ടുപോയി വെക്കും. എടാ മെസ്സി ആരെന്നറിയാടാ നിനക്ക്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാനുള്ള വ്യക്തിയാണ് മെസ്സി. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, കുത്തിയില്ല, ഗ്യാസ് ഇറങ്ങി കൂളിറങ്ങി, എന്നിട്ടും പുള്ളി ഇപ്പോഴും ഫാനിന്റെ മൂട്ടിൽ ഇരുന്ന് കാറ്റ് കൊള്ളും. എടാ കറണ്ട് ചാർജ് കൂടൂടാ. നിന്റെ വീട്ടിൽ എത്ര കാളയുണ്ടെന്ന് പറഞ്ഞു? ഒരു കാള അല്ലടാ, 2 കാളയുണ്ട്. അപ്പൊ ആ പശുവിന്റെ ഏതോ ഒന്ന് കാളയാണ്, ഒന്ന് നോക്കണം. ഒന്ന് പോയിട്ട്. ഇങ്ങനെ ABC അറിഞ്ഞൂടെ ഫുട്ബോളിനെ കുറിച്ചിട്ട്? ആവർത്തനം പറ, അങ്ങനെ പറ ചേച്ചി, അത് നമ്മളെ പറയരുത്. ഞാനേ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ അവിടെ ഇതുപോലത്തെ ഗ്രൗണ്ടും വലിയ ഗോൾ പോസ്റ്റ് ഒന്നുമില്ല. നമുക്കൊരു ചെറിയ ഗ്രൗണ്ട്, സർക്കാർ സ്കൂളല്ലേ, അവിടെ ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അതിലൊരു സഞ്ചി തൂക്കിയിട്ടുണ്ട്, അതാണ് ഗോൾ പോസ്റ്റ്. നമ്മളിങ്ങനെ ബോൾ അടിച്ച് ഗോൾ പോസ്റ്റ് ഇടും. അപ്പൊ ഈ സഞ്ചി എന്ന് പറഞ്ഞാൽ പൊത്ത സഞ്ചിയാണ് സർക്കാർ സ്കൂൾ, പഴയ സ്കൂളിൽ. ആ സഞ്ചിയുടെ ബോൾ ഒന്ന് തറയെ വീഴും, അപ്പോൾ ഒരു ഗോൾ. വീണ്ടും നമ്മളിങ്ങനെ ബോൾ അടിച്ചിടും, അപ്പോൾ ആ സഞ്ചിയുടെ ബോൾ തറയെ വീഴും, അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഗോൾ. സംഭവം മനസ്സിലായില്ലേ? അതായത് നമ്മൾ നിൽക്കരുത്, നമ്മൾ കാലിങ്ങനെ കയറ്റൂലേ, അതുപോലെ ബോൾ ഒന്ന് തറയെ വീഴും. അത് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങള് ഇതുപോലൊരു മരക്കിഴങ്ങിനെ എങ്ങനെ കല്യാണം കഴിച്ച്? അതൊരു വലിയ കഥയാ. ഇന്ന് തീരുവോ? അല്ല, ഞാൻ പറയാ ഷോർട്ടാക്കി പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ എന്നെ പെണ്ണ് കാണാൻ വന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ അടിച്ചൊരു സിസർ കട്ട്, അതിൽ ഞാനൊക്കെ വീണുപോയി. സിസർ കട്ട് അടിക്കാൻ അറിയാമോ? സിസർ കട്ടാ? പിന്നെ ഇറക്കം പോയി ഞാനാ? എടാ സിൽപ്പർ ചെരുപ്പ് പൊട്ടി എന്റെ കാല് കൊണ്ട് ഇങ്ങനെയായി. ഇങ്ങനെ മാമന്റെ കഷത്തിൽ ഡയറി ഇരുന്ന് ആ ഡയറി പൊങ്ങി മോളിപ്പോയി. മോളിലോട്ട് പോയപ്പോ എവിടെ പറയട്ടെ, ഞാൻ സിസർ കട്ട എന്തോ അടിച്ചെന്ന്. എനിക്കൊന്നും അറിഞ്ഞൂടാ. സംഭവം എന്താണെന്നറിയാമോ? നിങ്ങളെ പ്രശ്നം തീർന്ന് നിങ്ങളെ കുടുംബം നല്ല രീതിയിൽ പോണമെങ്കിൽ ഒന്നുകില് അണ്ണൻ ഫുട്ബോൾ പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങള് പശു പരിപാലനം പഠിക്കണം. അത് ഞാൻ പറഞ്ഞു. എവിടത്തെ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് എന്റെ പശുവിനെ പരിപാലിച്ച് ജീവിക്കാൻ ഒരു ചാക്ക് പുല്ല് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പറിച്ചോണ്ട് പോവായിരുന്നു. ഞാൻ ഇവിടുത്തെ പറഞ്ഞ പുല്ല് എവിടെ ചാക്കെടുത്തോണ്ട് വരാൻ. എവിടുന്ന് പുല്ല് പറിച്ചോണ്ട്? ഇവിടെ പുല്ല് പറിച്ചോണ്ട് വെക്കൂടായിരുന്ന. എന്തുമാത്രം പുല്ല് കിടക്കണം അറിയോ ഇവിടെ? ഈ പുല്ല ഇത് പറിച്ച് നിന്റെ പശുവിന് കൊടുക്കാല്ലേ? നാളെ പശു ചാണകം ഇടുമ്പോ ആ ചാണകത്തിൽ നിന്ന് റബ്ബർ ബാൻഡ് ഉണ്ടാക്കാം. ഇത് പ്ലാസ്റ്റിക് പുല്ലടാ. പ്ലാസ്റ്റിക് പുല്ലെന്ന് നമുക്കല്ലേ അറിയാവൂ, പശുവിന് അറിഞ്ഞൂടല്ലോ. എടാ, നിന്റെ വീട്ടില് ഒരു കാളയുണ്ടെന്ന് പറഞ്ഞില്ലേടാ? ഒരു കാള? അതിനെ അങ്ങ് വിറ്റിയടാ. അത് വീട്ടിൽ ഒരു കാള മതിയടാ. എന്തിനടാ 2 കാള? അതേത് കാള? ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ്. ഇങ്ങനെ വിവരമില്ല. നിന്നെ ഞാൻ അടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ ഈ ഭാര്യ വഴക്കുറയാനോ അടിക്കാനോ കാണിച്ച ഒരു ആരോഗ്യ ഊർജ്ജമൊക്കെ ഉണ്ടല്ലോ, അത് ആരോഗ്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോർട്സ്മാൻ ആവാം, ഒരു ഫുട്ബോളർ ആവാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇതെന്താണ്? ഇതാ ഇത് ബോള് അല്ല, ഇതാണ് നിങ്ങളുടെ ഭാര്യ. ഇതാണ് എന്റെ ഭാര്യ. പോയി പശുവിനെ പുല്ല് പറയടി, പശുവിനെ ചാണകം മാരടി, പോയി പശുവിന്റെ പാല് ഇറക്കടി. ഇത് തന്നെ അവളും കേൾക്കൂല. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, എന്ത് പറഞ്ഞാലും അരങ്ങണില്ലല്ല. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വന്നാ ഇപ്പൊ നിങ്ങൾ എന്തു വിചാരിക്കും? ഈ ഭാര്യയെ കൊണ്ട് ഭാര്യ വീട്ടിലാക്കണോ? ആ ഇരിക്കണതാണ് ഭാര്യ വീട്. ഇരിക്കണതാണ് ഭാര്യ വീട്. ആ പൊത്ത വീടാ, അതാണ് അവളെ തന്നെ അവളെ വീടും. ഭയങ്കര അഹങ്കാരമാണ്. നിങ്ങള് കാലുകൊണ്ട് തട്ടിക്കൊണ്ട് ഭാര്യ വീട്ടിലാക്കും. കാലുകൊണ്ട് തട്ടി കൊണ്ടുപോണ വഴിക്ക് ഇത് തടയാൻ അളിയൻ വരും, അമ്മാവൻ വരും, വൃത്തികെട്ടവൻ, ചേട്ടൻ വരും, കൊച്ചിച്ചൻ വരും. ഇവരെയൊക്കെ വെട്ടിച്ച് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. അവന്മാരെ എല്ലാം ഞാൻ നോക്കിയിരിക്കുന്ന വെട്ടി എറിയുന്ന. ഓക്കെ, അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുട്ബോൾ പഠിക്കാം. ഓക്കെ, പിന്നെ ബോളിൽ അടി വീഴുമ്പോ ഡബ് ചെയ്തോളണം. പോട്ടാ വീട്ടിൽ പോടി, അളിയന്റെ കവാലം നോക്കി അടിക്കാൻ പാടില്ല, വീട്ടിൽ പോടി. എടി വീട്ടിൽ പോടി. മാമൻ വന്നു. മാമന്റെ കാലിന്റെ തൊടയിൽ മാമൻ തട്ടിക്കൊണ്ട് പോകണം. ഇനിയാണ് ട്വിസ്റ്റ്. എന്തോന്ന്? നേരെ വീട്ടിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴേ
ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്നു. നീ ആരാണ്? ഞാനാണ് അവളെ അച്ഛൻ. വൃത്തിയായിട്ടവനാ. എടാ നീ ആയിരുന്നല്ലേ എവളെ അച്ഛൻ? എവളെ ഇത്രയും വളർത്തി വലുതാക്കിയ നാറി. എടാ സങ്കല്പത്തിലെ അച്ഛൻ, ഗോളിയായ അച്ഛൻ. സത്യം എവളെ അച്ഛൻ ഗോളിയെ ഞാൻ നോക്കിയിരിക്കാൻ. ഞാൻ അതാണ് ആലോചിച്ചത്. ആ വീട്ടിന്റെ ഫ്രണ്ടിലെ മുറുക്കാൻ ചോദിച്ച ഒരു തെരിക്കും അതല്ലേ എവളെ അച്ഛനെന്ന്. എന്നെ തന്ത്രപരമായി പറ്റിച്ച് നീ ഇതിനകത്ത് ഗോൾ അടിക്കുന്നു. അതാണ് നിന്റെ കഴിവ്. തന്ത്രപരമായിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അച്ഛൻ മാമ ഒരു ചായ കുടിച്ചിട്ട് മാമ പോടാ ചായ കുടിക്കാൻ. തെറ്റിച്ചെല്ലാം എല്ലാം തെറ്റിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആവേശം കണ്ട? സൂപ്പർ. ഇതാണ് ഫുട്ബോളിന്റെ മാജിക്. സൂപ്പർ ആവേശം. എനിക്ക് ഒന്നുകൂടെ കളിക്കണം. ഒന്നുകൂടെ മനസ്സിലായ? ഇതാണടാ യഥാർത്ഥത്തിലെ ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ മാജിക്. അപ്പൊ ഇതാണോ മാജിക്? ഇതൊന്നും അല്ല. കാണാൻ പോകുന്നു ഫുട്ബോളിന്റെ യഥാർത്ഥ മാജിക്. എവിടെ? കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുമ്പോഴാണ് യഥാർത്ഥ അപ്പൊ മെസ്സിയെ കാണാൻ പോണം. ഒരു മിനിറ്റ്. മറ്റേ തെറ്റിച്ചല്ലി. മനസ്സിലായി. ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഈ മെസ്സി ഉണ്ടല്ലോ ചിലപ്പം വരൂലെന്ന്. അയ്യോ ഓ അപ്പൊ കാണാൻ പറ്റൂല. കേരളത്തിൽ വരാൻ ഇപ്പൊ ചാൻസ് ഇല്ല എന്നാണ് ഇപ്പം പറയണ വാർത്ത. എനിക്കാണെങ്കിൽ ഈ ഒരു ആവേശം കൂടി ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം. മെസ്സി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. അപ്പൊ മെസ്സിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഇനി എന്തെങ്കിലും മെസ്സി കേരളത്തിലേക്ക് വരുമല്ലോ. വരും. ആ വരവിന് വേണ്ടി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പാണ് ഇനി. ശരി. പക്ഷെ ഒരു കാര്യം, മെസ്സി വരുന്നത് വരെ നമ്മൾ വീട്ടിലൊരു ടീം ഉണ്ടാക്കി നമ്മൾ കളിക്കുന്നു. ടീമോ? നമ്മൾ രണ്ടുപേരല്ലുള്ളൂ. എടി മണ്ടി, വീട്ടിൽ 85 പശുവില്ലേ? അതിൽ നമ്മൾ 11 പശുവിനെടുത്ത് ടീം ഉണ്ടാക്കും. ബാക്കിയുള്ള പശുവിനെ പറഞ്ഞു വിടും. ഓടാ പുല്ലേന്ന് പറഞ്ഞിട്ട് ടീമായില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നീ പോയി കളിക്കാർക്കുള്ള പോഷകമുള്ള ആഹാരങ്ങൾ തയ്യാറാക്ക്. ആഹാരോ? ആ കാടിവെള്ളം, പിണ്ണാക്ക്, പുല്ല്, വൈക്കോൽ. പോയി കാടി കിടക്കടി. സ്കിറ്റായിരുന്നു. പക്ഷെ ഈ സ്കിറ്റിന്റെ ഒരു ആവേശം മൊത്തം വന്ന് നമ്മുടെ ടീം അർജന്റീന. ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ എപ്പോഴും? ഇല്ല. അപ്പൊ ഇത് ആദ്യമായിട്ടാണ്. നല്ല എഫേർട്ടായിരുന്നു. കൈകൊണ്ടല്ലേ കളിക്കുന്നു. അതിൽ നിന്നാണ് ആ കൗണ്ട് വന്നത്. ഫസ്റ്റ് പാട്ടില് നല്ല എനർജി ഉണ്ടായിരുന്നു നിമിഷ. വെരി ഗുഡ് എനർജി. എക്സലന്റ്. ഭയങ്കര എനർജി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആ ഒരു എൻട്രി പോയിന്റ് വാസ് സൂപ്പർ. അത് നന്നായിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടാളെ പറ്റി ഒന്നും പറയാനില്ല. അമ്മമാര് ഞങ്ങളുടെ മമ്മമാരാണ്. അസെറ്റ് ആണ്. ഗംഭീരമായിരുന്നു അല്ലേ? ഭയങ്കര ചേഞ്ചായി. ഭയങ്കര ഫാസ്റ്റ്. അത് നമ്മൾ കൂടെ നിൽക്കുന്നവർ അതിലും കൂടുതൽ കളിക്കുന്നതുകൊണ്ടാ. എനിക്ക് ആ ഒരു കാര്യം മറ്റേ ആ കാലിന്റെ ഒന്ന് കാണിച്ചു തരുമോ? സ്ലിപ്പായിട്ട് കാല് പൊങ്ങിപ്പോയത്. അതെന്നെ കാണിക്കോ? അപ്പോഴാണ് ബാറ്ററി ചാർജ് ആവുക. സപ്പോർട്ട് വേണം. നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്രിയ പ്രേക്ഷകരെ. ലാലേട്ടന് ശേഷം അതാ ഗംഭീരമായിട്ട് ഒളിച്ചളിയാ കിടിലം. എന്തൊക്കെയല്ല നമ്മളിവിടെ കാണുന്നത്. അതിലൊരു 10% ചാർജ് ഒറ്റയടിക്കാൻ കയറി. അങ്ങനെയാണെങ്കിൽ എത്രയാ ചാർജ് കയറിയെന്നുള്ളത് നോക്കണ്ടേ? പിന്നെ നോക്കണ്ടേ? ആണ് ലഭിച്ചിരിക്കുന്നത്. ഓ 50ക്ക് അടിച്ചടിച്ചടിച്ചടി പിടിച്ചോളാം. നല്ല സബ്ജക്റ്റ് ആയിരുന്നു അല്ലെ? നല്ല സബ്ജക്റ്റ് ആയിരുന്നു. ഗംഭീരമായിരുന്നു. ഓക്കെ, പൈസ വേണോ? വേണം. ഓ അപ്പൊ ശരി ചേച്ചി. സൂപ്പർ. ക്രെഡിറ്റ് ആയിരിക്കാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കണം. അത് കളിക്കണമെങ്കിൽ 50,000 രൂപ വീണ്ടും അടിക്കണം. അടിക്കല്ലോ. 75 ഓർത്ത് വെക്കണം. 75,000 അൺലോക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവരോടും. അത് ഏത് ടീം അൺലോക്ക് ചെയ്യും എന്നുള്ളത് അറിയില്ല. ചേച്ചി നമ്മുടെ ഈ ഫ്ലോറിലെ
പൂച്ചനെ പോലെ വന്നിട്ട് പുലിയായിട്ട് മാറിയ 3 ആൾക്കാരെയാണ് ഞാൻ ഇന്ന് വെൽക്കം ചെയ്യാൻ പോകുന്നത്. Okay. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരത്ത്, ഷൈന്, ഐശ്വര്യ. അപ്പൊ ഇന്ന് ഇവിടെ പുലി ഇറങ്ങോ കടുവ ഇറങ്ങോ എന്ന് എനിക്ക് ഒരു ധാരണയില്ല. നമ്മൾ കണ്ടു തന്നെ ഇറങ്ങണം. അതിനേക്കാളും മുമ്പ് നമുക്ക് ബാറ്ററി ഓൺ ചെയ്യണം. ഓക്കെ, ബാറ്ററി ഓൺ. ബാറ്ററി ഓൺ ആയി. നിങ്ങൾ ഓണല്ലേ? നിങ്ങൾ ഓണല്ലേ? ചേച്ചി ഓണല്ലേ? ഓൺ. ഞാനും ഓണാണ്. അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. യെസ്. വീടിന് തീ പിടിച്ചേ, വീടിന് തീ പിടിച്ചേ. അണ്ണാ നിങ്ങൾ ഏത് സ്കിറ്റായി കളിക്കുന്നേ? ഇതിന് ഉള്ള കൗണ്ടർ എന്റെ ഇല്ല. വന്ന് മിന്നൽ മുരളി വന്ന് കയറി വന്ന അതല്ല. നാട്ടുകാരെ വീട്ടിൽ കരടി കയറിയേ, നാട്ടുകാരെ വീട്ടിൽ കരടി കയറിയേ, കരടി 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 കരടി. രാവിലെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് കബഡി കളിക്കണ? കബഡി അല്ല താളെ, നമ്മളല്ലാതെ ഈ വീട്ടിനകത്ത് വേറൊരു ആളുണ്ടെന്ന്. പിന്നെ ഞാനറിയാതെ എന്റെ വീട്ടിൽ ഓരോരുത്തരും കയറൂല. ഈ തള്ള എന്തോന്ന് പറയാ തള്ള, നിങ്ങളുടെ റൂമിനകത്ത് കരടി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. കരടിയാ? ഈ ചെറുക്കരുത് എന്തോന്ന് പറയണത്? ഡയലോഗ് പറ, കരടി അല്ലെങ്കിൽ കയറി ഡയലോഗ് പറയുന്നു. അതിനല്ലേ ഞാനും പറഞ്ഞത്. മോനെ അമ്മച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കടാ മോനെ. ഞാനിപ്പോ എങ്ങനെ രക്ഷിക്കാനാണ് പറഞ്ഞത്? പകത് ഫാസിൽ പറഞ്ഞ കരടി കേക്കൂ. എടാ പോയി രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വിളിക്കാൻ. ഓ ഫയർഫോഴ്സ് കരടി എവിടെ ഇരിക്കുന്നു നോക്കി. എടാ കട്ടളിയിൽ ചാരി ഇരിക്കുന്നടാ. ഓ കട്ടളപ്പടി ഒന്ന് കരടിയോട് മാറിയിരിക്കാൻ പറ. അതെന്താടാ? വീടിന് ദോഷമാന്ന് പറ. എടാ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ഒരു കാര്യം ചെയ്യും, കരടിയെ കുത്തിപ്പൊക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ പോയി ഓൺലൈൻ മീഡിയ വിളിച്ചോണ്ട് വാ. എന്തിന്? എടാ കുത്തിപ്പൊക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളു. നിങ്ങളൊരു കാര്യം ചെയ്യും. എടാ മോനെ അമ്മയ്ക്കൊരു കാര്യം പറയണ്ടടാ. എടാ വിശക്കുന്നടാ. ചാവാൻ പോകുമ്പോഴും അവർക്ക് വിശക്കുന്നെന്ന് പോലും. എടാ എനിക്കല്ലടാ, എടാ കരടിക്ക് വിശക്കുന്നെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കരടി കാണാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അപ്പൊ കണ്ടുപിടിച്ചാലാ? കരടിയോട് പോയി ഒളിക്കാൻ പറ, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കും. എടാ ഞാനിവിടെ ഒളിച്ചിരിക്കാവേ. നീ ആരും വിളിച്ചിടണ്ടേ? എന്റെ പൊന്നു മകനെ, ഞാൻ ഇനി ആരും വിളിച്ചത് എന്നിട്ട് നീ നടന്നല്ലടാ വന്നേ ചോട്ടി. അതല്ലെന്ന് ഉണ്ട ഉണ്ടയാ. ഞാൻ ആദ്യം ഈ തോക്ക് വെച്ച് വെടിവെക്കും, അന്നേരം ഒരു ഉണ്ട പോകും, അതിന്റെ പിന്നാലെ ഞാൻ നടന്ന് ഇങ്ങനെ വരും. ഉണ്ടേ അത് നീ ഓർത്ത് പേടിക്കണ്ട, ഞാൻ ഗ്രാഫിക്സുകാരോട് പറഞ്ഞ് ഞാൻ റെഡിയാക്കി. എന്റെ പൊന്നി ചേർക്കാൻ അതിനകത്ത് ഒരു കരടി കയറിട്ടുണ്ട്. അതിന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ നീ ഓടി രക്ഷപ്പെടാൻ നോക്കും. കരടിയുണ്ടോ? എന്നാ ഞാൻ പോകൂല. ഓ എന്റെ പൊന്നി ചേർക്കാ, നീ ആരാടാ നീ? ഞാനോ? ഞാൻ മേലെടുത്ത് വർക്കി. എന്നാ നീ താഴെ ഇരുന്ന വർക്ക് ആവത്തില്ല. അതല്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, മേലെടുത്ത് വർക്കി. നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാനോ? എന്താടാ? എന്റെ തത്തയെ കാണുന്നില്ല. തള്ളയോട് പോയി ചോദിക്കും, നിന്റെ തന്തയെ കാണുന്നില്ല. തന്തയല്ലെന്ന്, എന്റെ തത്ത. എന്റെ കരടിക്ക് ഞാൻ പേരിട്ടേക്കുന്നത് തത്തേന്നാ. എടാ ഈ കരടിക്ക് ആരെങ്കിലും തത്തയെന്ന് പേരിടുകൂടാ? ഇടും, ഞാനിടും. എന്റെ കരടിക്ക് ഞാൻ തത്തേന്നല്ലേ പേരിട്ടേക്കുന്നത്. നീ എന്തൊക്കെയാണ് ഇവിടെ? നീ ആരാടാ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാനോ? ഞാൻ സിംഹത്തെയും പുലിയെയും തമ്മിൽ ഇണക്കുന്നവൻ. അതിനെ അവര് തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ? നീ ഇണക്കാൻ പോവാന്ന് പറഞ്ഞു. അതല്ല, ഞാൻ ട്രെയിനിയാണ്. ഞാൻ ട്രെയിനി, എന്റെ അച്ഛൻ ട്രെയിനി, എന്റെ അമ്മ ട്രെയിനി, എന്റെ അനിയനും ട്രെയിനി. നിങ്ങളെല്ലാം കൂടെ ട്രെയിനിൽ ഇത് എവിടെ പോയി? ട്രെയിനറാണെന്നല്ല, പിന്നെ ഞങ്ങൾ ട്രെയിനറാണെന്ന്. ഏത് സിനിമയുടെ? ട്രെയിലർ അല്ല ചേട്ടാ, ഞങ്ങൾ ട്രെയിനിങ് ചെയ്യത്തില്ലേ, മൃഗങ്ങളെയൊക്കെ പരിശീലിപ്പിക്കുന്നേ, അതാണ്. വെടിവെക്കാൻ അറിയാമോ? അറിയാം. ആണോ? അങ്ങനെയാണെങ്കിൽ അകത്ത് കിടക്കുന്ന കരടി ഒന്ന് വെടിവെക്കാമോ? അങ്ങനെ എടുത്തു ചാടി വെടിവെക്കാൻ പറ്റൂല. വേണ്ട, എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് വെടിവെച്ചാൽ മതി. അതല്ലെന്ന്, ഇതിന് കരടിയുടെ ബന്ധപ്പെട്ട ആരെങ്കിലും പറഞ്ഞാലേ പറ്റൂ. പിന്നെ ഞാൻ കരടിയുടെ തന്തേം തള്ളയും വിളിച്ചോണ്ട് വരാം. എന്റെ ചേട്ടാ, മൃഗശാലയിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലേ നമുക്ക് വെടിവെക്കാൻ പറ്റും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംഹത്തെ കൊണ്ട് വിളിപ്പിച്ചാലോ? മുൻപരിചയം ഉണ്ടോ ഈ സിംഹത്തെ? പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? പിന്നെ വേറെ വിഷയമുണ്ട്. എന്ത്? ഞാൻ എന്റെ കരടിയെ നുള്ളി നോവിച്ചിട്ടില്ല. അതെന്ത്? എങ്ങനെ നുള്ളും, എവിടിട്ട് നുള്ളും? ഒരു ദശ വേണ്ടേ? ഒരു കാര്യം ചെയ്യും, നീ എങ്ങനെങ്കിലും ഈ കരടി ഒന്ന് പിടിച്ചോണ്ട് പോണം. പിടിച്ചോണ്ട് പോയേ പറ്റൂ. അതെന്ത്? ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയ ജോലി നഷ്ടമാകും. ഓ അപ്പൊ അച്ഛൻ സർവീസ് ചെയ്തിരുന്നു മരിച്ചതാ? അല്ല. പിന്നെ അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലി എന്ന് പറഞ്ഞതോ? അതോ, എന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയാലേ എനിക്ക് പാലും പാപ്പവും തിന്നാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജോലിക്ക് വേണ്ടി തെണ്ടി നടന്ന് കിട്ടിയ ജോലി. വെറുതെ അയാളാണ് ആ കരടി നിന്റെ കയ്യിൽ ചാടിപ്പോയത്? ചാടിപ്പോയതല്ല, പിന്നെ ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം? അതായത് കഴിഞ്ഞ ദിവസം ഇടിച്ചൂതി മഴ പെയ്തില്ലേ, ഞാൻ ചെന്നപ്പോ എന്റെ കരടി കൂട്ടിൽ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ മക്കളെ നീ പോയി തല തോർത്തരാന്ന് പറഞ്ഞ് കൂട് തോർന്നു ഇറങ്ങി ഒറ്റ ഓട്ടം. ആ ഒറ്റ ഓട്ടം ഓടി വന്നത് എന്റെ വീട്ടിനകത്താണ് വന്ന് കയറിയത്. അപ്പൊ ഇതിന്റെ അത് തോർത്ത് കാണും, അതുകൊണ്ടാ വന്നേ. അതല്ലടാ, എന്റെ അമ്മായിയമ്മയുടെ റൂമിനകത്താടാ കരടിയെന്ന്. ഇത് നേരത്തെ പറയണ്ടേ? അമ്മായിമ്മ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്താ നേരത്തെ പറയാന്നേ? നീ എന്തുവാടാ പറയുന്നത്? അമ്മായിമ്മ രക്ഷിക്കടാ എങ്ങനെയും. അമ്മായിമ്മ ഏത് വശത്താ? അമ്മായിയമ്മ മോടെ വശത്താണ്. ഞാൻ
മരുമോനാണല്ലോ. അതല്ലെന്ന് അമ്മായിയമ്മ ഈ വീടിന്റെ ഏത് വശത്തായിട്ട് വരും? അതുകൊണ്ട് ആ ജനലിന്റെ അടുത്തിരിപ്പുണ്ട്. ജനലിന്റെ അടുത്തുണ്ടോ? അപ്പൊ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. അമ്മേ, അയ്യോ കരടേ, എടാ പോടാ കിഴങ്ങ, എന്റെ അമ്മായിയമ്മയാടാ അത്. ഈ തളെന്തിനാ മൂടി പോച്ചിരിക്കുന്നേ? എടാ കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരിക്കുവോ. അങ്ങനെ അയ്യോ മൃഗശാലയിൽ നിന്ന് വന്നതാ. അപ്പൊ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ? എന്റെ പൊന്ന് തള്ള, ആ കരടിയെ മയക്ക് കൂടി വെക്കാൻ വന്ന ആളാ. മയക്കൂടി വെക്കാൻ വന്നേടാ. ദാ മോനെ മക്കളെ നീ വാടാ, അമ്മേരെ ശരിടാ വാടാ. ഇനി അതുപോലത്തെ സാധനം പറയൂ. ഇല്ല, നീ പോയി രക്ഷിക്കണം. അല്ലേ ഉണ്ടല്ലേ? ഇല്ലില്ല. അപ്പൊ ഞാനൊരു ഐഡിയ അമ്മച്ചി പറഞ്ഞുതരാം. അമ്മച്ചി എങ്ങനെയും ആ കരടിയെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവരണം. വശീകരിക്കണോ? അത്രേ ഉള്ള അത് ഞാൻ ഏറ്റ് സെറ്റ് ബാക്കി ഞാൻ വെടിവെക്കുന്ന കാര്യം ഞാൻ നോക്കിയോളാം. ഓക്കെ, എന്നാ ഞാൻ വെടിവെക്കാൻ പോവാന്നേ. അണ്ണാ എന്താടാ നീ വന്ന്. എന്ത് വെടിവെപ്പ് നടക്കും തോന്നില്ല. നിങ്ങളുടെ ജനല് വളർന്നുകൊണ്ടിരിക്കുക. ജനല് വളർന്നോണ്ടിരിക്കുവോ? അതുകൊണ്ട് മേളിൽ പോന്നു. നേരെ നിന്ന് വെടിവെക്കണ അതിനകത്ത്. അങ്ങനെ ആയിരുന്നില്ല. അതെ, എനിക്ക് കിടന്നോണ്ടേ വെടിവെക്കാൻ പറ്റും. അതെന്ത്? എനിക്ക് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ സൂമിങ് വേണം. സൂമിങ്? സൂമിങ് ഉണ്ടെങ്കിൽ കരടിയെ നമുക്ക് അടുത്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വെടിവെക്കേണ്ട ആവശ്യമില്ല. കരടി അടുത്തോട്ട് വരുമ്പോ നമുക്ക് ചാക്കിട്ട് പിടിക്കാം. എന്റെ പൊന്നെണ്ണ, അത് ലെൻസാണ്. സൂം ചെയ്യുന്ന ലെൻസ്. നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയത്തില്ല. അമ്മച്ചിയെ നിങ്ങൾ വശീകരിച്ചോ? വശീകരിച്ചോണ്ടിരിക്കുവാടാ. എന്നാ കൊണ്ടുപോവാ. ശിവമല്ലിപ്പൂവേ ഇനി എന്തേ കുളിരാടും കാറ്റേ ഇനി എന്തേ മൗനം. കള്ളേ, നിങ്ങൾ എന്തുവാ ഈ കാണിക്കുന്നേ? എടാ നീ അല്ലേടോ പറഞ്ഞു വശീകരിക്കാൻ. എങ്ങനെയല്ലേ ആ കരടി ഇവിടെ കൊണ്ടുവരാനാ പറഞ്ഞത്? അങ്ങനെയാ? അത്രേ ശരിയാക്കാം. വന്നോ വന്നോ? അതാ വരുവാടാ വരുവാ. എന്നാ കൊണ്ടുവാ. വെക്കട്ടെ 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 എന്ന്. ഇങ്ങോട്ട് പോണോ? പച്ചോടാ. കരടിക്ക് വെടിയുണ്ട്, കരടിക്ക് വെടിയുണ്ട്. താങ്ക് യു താങ്ക് യു. അമ്മച്ചിയെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോനെ. ഇല്ലില്ല. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ സേഫാണ്. ഞാൻ സേഫാണ്. അമ്മച്ചി സേഫാണ്. സേഫാണ്. അപ്പൊ എന്റെ കരടിയുടെ ദേഹത്ത് കൊണ്ട് ആ സിറിഞ്ച് എനിക്ക് ഊരി എടുക്കണം. ഞാൻ പോയി എടുത്തോട്ടെ? പോയിടുത്തോണ്ട് വാ. ഇതെടുക്കാനാണെങ്കിൽ മോൻ അവിടെ വരെ പോണോന്നില്ല. കാരണം അമ്മച്ചി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. സഹായില്ലേ അമ്മച്ചി? എടാ ഉന്നയില്ലാത്ത തെണ്ടി. എന്താ അമ്മച്ചി? നീ വച്ച വെടി കൊണ്ടത് എന്റെ ഭർത്താടാ. നീ അമ്മച്ചി കിട്ടാന്നോടാ ഈ വെടി വെച്ചത്? അല്ല, ഞാൻ ഇങ്ങനെ ജനലിൽ തട്ടി ഡൈവേർട്ട് ചെയ്ത് പോയായിരിക്കും. എന്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കൂടാ? ഒന്നും സംഭവിക്കത്തില്ല. ചെറിയൊരു മയക്കം. ചെറുതായിട്ട് മയങ്ങത്തതേ ഉള്ളൂ. മയങ്ങാനാ? ഞാനാ? എടാ ആയ കാലത്ത് ഇവിടെ കൊറേ അവന്മാര് വിചാരിച്ച് ഞാൻ മയങ്ങൂല്ല. എന്തോന്നല്ലേ? ഇനി ഒട്ടും മയങ്ങത്തുമില്ല. നിങ്ങൾ എന്തോ പരിപാടി അവിടെ കാണിച്ചേക്കുന്നത്. ഒന്നാമതേ ബോധമില്ലാത്ത തള്ളയാണ്. അപ്പൊ പേടിക്കണ്ടല്ലോ. ബോധമല്ല പോയല്ലോ. ബോധം ഇല്ലല്ലോ. ചേട്ടാ ഈ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തുവാണ് ചെയ്യേണ്ടത്? വെള്ളക്കുട. ഇവിടെ ഷൂട്ട് നടക്കാൻ പോവാണ്. അതിന് വെള്ളക്കുട വേണമെന്ന്. അതല്ലമ്മ, വെള്ളം കുടയാൻ തളിക്കാൻ. വെള്ളക്കുട പറയണ്ടടാ അത്. ഇങ്ങനെ മുഖത്ത് വെള്ളം തളിക്കോ? പറയണ്ടേ ഇത്? ഈ തള്ളയുടെ മുഖത്ത് തളിക്കാൻ. അമ്മച്ചി കരടി മുള്ളി. കരടിയല്ല അമ്മച്ചി, ഞാനാ. അമ്മച്ചിന്റെ മോന്തേ കൂടെ മുള്ളണത്. അതല്ലെന്ന്. ഞാനാ നിങ്ങളുടെ മുഖത്ത് വെള്ളം തളിച്ചേ. അത്രേ ഉള്ള. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? കുഴപ്പമില്ലടാ. എല്ലാടോ എന്റെ പുറത്ത് വെടി വെച്ചത്? ഞാനല്ല തള്ളേ. വെടി വച്ചിട്ട് ചിരിച്ചോണ്ടിരിക്ക. അങ്ങോട്ട് നോക്ക് തള്ളേ. വെടി വെച്ചിട്ട് ടാറ്റ പറയുന്നടാ. എടാ നിന്നെ ഞാൻ എന്തോ പരിപാടിയാണോ കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ഇനി എല്ലായിടത്തും എന്തോ പറയണോ? ഇയാളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എടാ ഈ തള്ളയുടെ കൂട്ടല്ല ഞാൻ പിടിച്ചു നിൽക്കും. നിങ്ങളിപ്പോ വിചാരിക്കും എന്തിനാ ഈ പുള്ളിക്കാരനെ വെടിവെച്ചെന്ന്. ഈ സ്കിറ്റിന് ക്ലൈമാക്സ് ഇല്ലാത്തടത്തോളം കാലം ഇതാണ് ഈ സ്കിറ്റിന്റെ ക്ലൈമാക്സ്. ആര് പറഞ്ഞ ക്ലൈമാക്സ് ഇല്ലെന്ന്? നീ ഒറ്റയ്ക്ക് നിന്ന് പുഴുക്കും. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പുഴുക്കെ. മൂന്ന് പേർക്ക് ഒരു ചെറിയ ക്ഷീണം അല്ലേ? ഒരു വെടിയേറ്റ ഒരു മയക്കത്തിലാന്നോ? അല്ല, ഗംഭീരമായിരുന്നോ? അയ്യോ, നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. പിന്നല്ല. ഇതുവരെ ഇനി എന്നാ വേണം? ഒന്നും വേണ്ട. ഒന്നും വേണ്ട. പൈസ വേണ്ട. പൈസ വേണം. വേണ്ടേ? പിന്നെ വേണം. പിന്നെ ഇടിക്കും. എടാ ഷൈനെ, ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയില്ല ഇപ്പം.
ബസ്സിലൊക്കെ വരുമ്പം ട്രെയിനിലൊക്കെ വരുമ്പം ലൈൻ വെള്ളം വേണോ? ഇല്ല, ചെറിയ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോ എന്നെ മനസ്സിലാവൂല. അങ്ങനൊരു പ്രശ്നമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ഈ സൈഡ് ടി വി കൂടെ കൊണ്ടുപോകണം. അത് ഇങ്ങനെ സംഭവിച്ചു ഒരിടത്ത്. ശരത്തന്റെ ഒക്കെ പറഞ്ഞുവിട്. ഞങ്ങൾ അവൻ ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ റിലേഷൻ കുറെ ചേച്ചിമാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചേച്ചി ഇതുപോലെ എന്നോട് സ്കിറ്റ് നമ്മൾ അമൃതയിലെ സ്കിറ്റ് കളിക്കുന്ന ആളാ. ഇവനോ വേറൊരു പയ്യനല്ലടാ അത്. ഈ പയ്യൻ നമ്മുടെ കളിക്കുന്നത് പോടാ, ഇവനൊന്നുമല്ല, അവൻ നല്ല വണ്ണമുണ്ട്, നല്ല പൊക്കമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ പിന്നെ സ്കിറ്റ് ഇവൻ തന്നെ കാണിച്ചു കൊടുത്ത് ഫോണിനകത്ത് താണ്ട ഈ ചിരി ഞാനാണ്. ഐശ്വര്യൊക്കെ ഭയങ്കര ചേഞ്ച് ഞാൻ ആദ്യമേ ഐശ്വര്യയുടെ ഫാനാണ്. നമ്മളെല്ലാരും എല്ലാവരും മൊത്തത്തില് ഗംഭീരമായിരുന്നു. നമുക്ക് ഈ സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ശരിക്കും നിങ്ങൾ വരുമ്പോ ഞങ്ങളുടെ പ്രതീക്ഷ 50,000 ആണ്. കാരണം അടിച്ചിട്ടുള്ള ടീമുകളാണ് നിങ്ങൾ. അപ്പൊ ഇനി അത് തന്നെ അടിക്കണം, എന്നാലും ഞങ്ങൾക്ക് സന്തോഷമാവുള്ളൂ. മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേച്ചി അടുത്ത സ്കിറ്റില് ഇവര് 50,000 അടിക്കുമെന്നാ പറഞ്ഞേ. അല്ലാതെ 75 അടിക്കട്ടെ. അതായിക്കോട്ടെ, അതാണ് നല്ലത്. 37,000 റുപ്പീസ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത സ്കിറ്റ് പൊളിക്കണം. ഈ മണ്ഡലകാല ആരംഭത്തില് നിങ്ങൾ തുടക്കം ഗംഭീരമാക്കി തന്നു. വൈൻഡ് പെയ്യുന്നതിന്റെ മുമ്പും അല്ലെ നമുക്ക് ഇവരുടെ സൈഡിൽ നിന്ന് പാട്ട് കേട്ടാ കൊള്ളാം. എന്ത് പറയുന്നു ടീം ലീഡർ? ടീമിന്റെ ലീഡർ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാം തലയാളം എന്ന് പറയുന്നത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ആൽബി ചങ്ങനാശ്ശേരിയാണ്. ആൽബി ചേട്ടാ റെഡിയല്ലേ? ആൽബി ചേട്ടൻ റെഡിയാണ്. ഇനി ഇങ്ങോട്ട് വരിക, പാട്ടങ്ങ് പാടുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്താടി ഗോത നീ ഇത്ര നേരം വൈകേ, എന്റെ ഗോത എന്താടി ഗോത നീ ഇത്ര നേരം വൈകേ, മംഗളായി മഴത്തില പെണ്ണെ മാമ്പഴ കുഞ്ഞോരേ, മംഗളായി മഴത്തില പെണ്ണെ മാമ്പഴ കുഞ്ഞോരാ, പൂമാകം തറ വാട്ടി പെറ്റൊരു മാമ്പഴ കുഞ്ഞോരാ, പൂമാകം തറ വാട്ടി പെറ്റൊരു മാമ്പഴ കുഞ്ഞോരാ, മംഗളായി മഴത്തില പെണ്ണെ മാമ്പഴ കുഞ്ഞോരേ, മംഗളായി മഴത്തില പെണ്ണെ മാമ്പഴ കുഞ്ഞോരാ, എന്റെ ചക്കിയാൻ ഉജത്തി ചക്കിക്ക്, എന്റെ ചക്കിയാൻ ഉജത്തി ചക്കിക്ക്, എന്റെ ചക്കിയാൻ ഉജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ, അവളോട് മാറിലാണ് ഞാൻ കൊടുത്തയച്ചു ഞാൻ, മംഗളായി മഴത്തില പെണ്ണെ മാമ്പഴ കുഞ്ഞോരേ, മംഗളായി മഴത്തില പെണ്ണെ മാമ്പഴ കുഞ്ഞോരാ, ലോവലമ്മ ലോവേലേ ലോവലമ്മ ലോവേലമ്മ കേളവത്തണ്ടി ഏലേലേ ലോവലമ്മ ലോവേലമ്മ ഓവലയ്യ ഏലേലേ കരവലയ്യ കരവലയ്യ ഒരു കൈയിലെ ഏലേലേ നൂവലയ്യ നൂവലയ്യ
നാഥനേ മംഗളം ഒന്നും പറയാനില്ല. ട്രിവാൻഡ്രത്ത് നിന്നും അർജന്റ് ടീംസ് നല്ല കിടിലമായിട്ട് വീണ്ടും നമ്മളെ പവർ ഓൺ ആക്കി. അതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോ, താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും കാണില്ലേ? കാണും. അന്ന് എല്ലാരും ശക്തിയോട് പറഞ്ഞേ ഗുഡ് നൈറ്റ്.